പ്രിയ സിംഹകുട്ടി ബ്രോസ്, ഞാനേ ഇന്ന് ഫാമിലിയായിട്ട് എമ്പുരാൻ സിനിമ കാണാൻ പോയി. ഇന്ന് രാത്രി 12 മണിക്കുള്ള ഷോ ആയിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഭാര്യയും മകനുമായിട്ടാണ് പോയത്. സിനിമ കണ്ടു. സിനിമ മലയാള ഇൻഡസ്ട്രി എങ്ങനെ മാറുന്നു, അല്ല മലയാള ഇൻഡസ്ട്രി അല്ല, തെക്കൻ ഇൻഡസ്ട്രി, നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രി വല്ലാത്ത നിലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കൂടി അത് വന്നു തുടങ്ങിയപ്പോൾ, മലയാളത്തിൽ വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വലിയ സന്തോഷം, വലിയെന്ന് പറഞ്ഞാൽ വളരെ വലിയ സന്തോഷം ഒന്ന്. രണ്ടാമത്, മലയാളത്തിൽ ഈ വലിയ ചിത്രങ്ങളൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ കുറച്ച് പേര് അറിഞ്ഞുകൊണ്ടാണോ അതോ അവർക്ക് ആ കണ്ടന്റ് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. രണ്ടിലെന്തായാലും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വളരെ തെറ്റ്. ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുക, വളരെ മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ കുറച്ച് കൊള്ളാം, കുറച്ചത് കൊള്ളില്ല, എന്തൊക്കെയോ വൃത്തികേട് കാണിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ചധികം പേര് ബ്ലോഗ് ചെയ്യണുണ്ട് എമ്പുരാൻ സിനിമയെക്കുറിച്ച്. അത് നേരത്തെ ഞാൻ പല പടത്തിലും പറഞ്ഞു. അതായത് അത് രണ്ട് കാര്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു ചിത്രം തയ്യാറാക്കണ വിധം അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. രണ്ടാമത്, നമുക്കറിവില്ലാത്തതുകൊണ്ട്. ചിത്രം പറയുന്ന കഥയെക്കുറിച്ച് നമുക്കൊരു അറിവ് ഉണ്ടാവണമെന്നില്ല. കാരണം വലിയ കഥകൾ വലിയ വൈഡായിട്ട് നമ്മുടെ ഒരു ചുറ്റുവട്ടത്തിലോ ഒരു പഞ്ചായത്തിലോ ഒരു വില്ലേജിലോ ഒരു ഡിസ്ട്രിക്റ്റിലോ ഒരു സ്റ്റേറ്റിലോ എന്നൊന്നും പറയാതെ വളരെ വൈഡായിട്ട് കഥ പറയുമ്പോഴത്തേക്കും വൈഡ് തിങ്ക് വേണം. നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തെ തുറന്നു പോയി കാണാനുള്ള കാഴ്ചപ്പാട്, സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കാനും പുതിയ അപ്ഡേഷൻ പഠിക്കാനും പഴയത് പഠിക്കാനും ചരിത്രം പഠിക്കാനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്ക് ഗ്രാഹ്യം വേണം. അപ്പോൾ അത് ചിന്തിക്കണവർക്ക് പറ്റും. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വരില്ല. അങ്ങനെ ഗ്രാഹ്യം ഇല്ലാത്തവർ, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. ഈ ബ്ലോഗ് പറയണ എല്ലാവരും വളരെ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് ഞാൻ നോക്കിയപ്പോൾ, അധികം പേരും, കുറേയൊക്കെ. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള എന്ത് പറയണ അറിവില്ലായ്മ, ഈ അറിവില്ലായ്മ കൊണ്ടും വലിയ പല ബാനറിൽ ഇറങ്ങണ വലിയ പടങ്ങളെയും, സിനിമയായാലും പല വിഷയങ്ങളായാലും, ഇപ്പം ഞാൻ സിനിമയെക്കുറിച്ച് പറയുള്ളൂ, മോശം പറയാം. അപ്പം ഞാൻ ഈ രണ്ട് കാര്യം പറയണം. ഒന്ന്, ഈ സിനിമ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയണു, നിങ്ങൾക്ക് ഇവിടെ നടക്കണ ഒന്നിനെ കുറിച്ച് ഒരു ബോധവും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ചരിത്രവും അറിയില്ല. ചരിത്രം അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്, യാഥാർത്ഥ്യം, പ്രസന്റ് ലൈഫ് മനസ്സിലാക്കണം, പ്രസന്റിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്, ലോകം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ലോകം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വീട്ടിലിരുന്നോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കും പോലെയോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമ്മൾ ചിന്തിക്കും പോലെയോ, നമ്മൾ 10 കൂട്ടുകാർ ഒരു ക്ലബ്ബിലിരുന്ന് ചൊറ പറയും പോലെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി വരാന്തയിലിരുന്നോ, ക്ഷേത്രത്തിൻ്റെ വരാന്തയിലിരുന്നോ, അല്ലെങ്കിൽ പൊതുസ്ഥലത്തിരുന്നോ നമ്മൾ കുറച്ചുപേര് ഡയലോഗ് അടിക്കും പോലെയൊന്നുമല്ല ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യത്യസ്തമാണ്. അത് ഭരിക്കുന്ന ലെവല് വേറെയാണ്. അതൊക്കെ നമ്മൾ തുറന്ന കാഴ്ചപ്പാടുകൂടി സ്വന്തമായിട്ട് ഐഡിയ ഉണ്ട്, ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്നവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്കൊന്നും ഈ സിനിമ ഒന്നും മനസ്സിലാവാൻ പോണില്ല. അതിലെന്തോ പൊട്ടത്തരം പറയണം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയുള്ളൂ. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ല. ഈ നോളജ് ഇല്ലായ്മ കൊണ്ടും ഇത് മനസ്സിലാകാതിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. എമ്പുരാൻ സിനിമ, ലൂസിഫർ ഒരുവിധം മനസ്സിലാവുമെങ്കിൽ ഈ എമ്പുരാൻ സിനിമ ഒന്നും മനസ്സിലാകില്ല. ഇങ്ങനെ രണ്ട് വിധമാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് വാങ്ങിച്ച് മറ്റു പല കാര്യങ്ങളും, ചില നടന്മാരെ, നടിമാരെ, അല്ലെങ്കിൽ ചിലരെ ഒരു വലിയ പ്രോജക്റ്റിനെ അടിച്ചാക്ഷേപിച്ചു കൊണ്ട് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കഥ പറയണതും അതേ ഇപ്പോൾ നടക്കുന്ന പ്രസന്റ് കാര്യങ്ങൾ മനസ്സിലാകാത്ത രീതിയിലാണ് നിങ്ങൾ ഇതാണെങ്കിൽ, അത് നിങ്ങൾക്ക് പടം പിടികിട്ടാത്തതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ചിന്ത മാറ്റുക, സമൂഹത്തിലോട്ട് ആഴത്തിൽ ഇറങ്ങിച്ചെന്നതിന് ശേഷം നല്ല ചിന്തിക്കുക, മൊത്തം ഒന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. രണ്ട് കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയത്തിനകത്ത് പറയണത്, മതം ഇഷ്ടപ്പെടുന്ന, വർഗീയത ഇഷ്ടപ്പെടുന്ന, ജാതിസ്യം ഇഷ്ടപ്പെടുന്ന, വർണ്ണവിവേചനം ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഈ പടം ഇഷ്ടപ്പെടില്ല. അവർ ബഹളം ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. അതിനെ മുകളിലിരിക്കണ എന്ത് വൃത്തികേട് പറഞ്ഞാലും നമ്മളങ്ങ് ചെയ്യും. അതായത് ഒരുതരം ഭ്രാന്ത് അവന് മനസ്സിലാവും, അവർക്കത് ബുദ്ധിമുട്ട് വരും. മതം കണ്ണടച്ച് വിശ്വസിക്കുക.
എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ മതം പറയണതേ ഉള്ളൂ, ബാക്കി എല്ലാ മതങ്ങളും തെറ്റാണ് എന്ന് തന്നെയാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന മതം യഥാർത്ഥത്തിൽ അത് പറയുന്നില്ല, പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നവർക്കും ഈ പടം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ജാതിസം ലോകം മൊത്തം നിറഞ്ഞു കളിച്ച് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇപ്പോഴും ഈ സാധനം. വിദ്യാഭ്യാസത്തിൻ്റെ 100% പരിപാടിയിൽ എത്തിക്കണം. നമുക്ക് പോലും ജാതി മാറി ഒരു കുട്ടിയെ എപ്പോഴും നമ്മൾ ഓപ്പൺ എയറിൽ കല്യാണം കഴിപ്പിച്ച് അയക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കും കൊള്ളും. അത്തരമുള്ള ആൾക്കാർക്ക് ഇത് കൊള്ളും. അല്ലാതെ ഒരു ഓപ്പണൈസ് ചെയ്തിട്ട് നിങ്ങൾ തുറന്ന മനസ്സോടെ ദൈവീകതയോടെ സത്യസന്ധമായിട്ട് ഇതിനെ സമീപിക്കുന്നത്. മതദൈവത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്രകൃതി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ ജീവിക്കുന്ന എല്ലാവരും ജീവിക്കാനുള്ളവരാണ്, എല്ലാവരും മനുഷ്യരാണ്. അതിൽ വർണ്ണമില്ല, വിവേചനമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും പ്രകൃതി ജീവികളാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അങ്ങനെയാണ് ഈ പടം. അപ്പോൾ ഞാനിത് ഇത്രയും നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമ്പുരാൻ സിനിമ പറയുന്ന കഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരെയും ഞാൻ അധിക്ഷേപിക്കണില്ല. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഇത് എന്താണ് നടക്കണതെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഈ പടങ്ങളൊക്കെ കൊള്ളും. ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം കഥ പറയുന്ന രീതിയൊക്കെ പ്രസൻറ്റ് ലൈഫും ഫാസ്റ്റ് ലൈഫും ഫ്യൂച്ചർ ലൈഫും കൂടെ ഇത്തിരി കൂട്ടിക്കുഴച്ച് യാഥാർത്ഥ്യവും നന്നായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഈ നന്നായിട്ട് വിളിച്ചു പറയുമ്പോൾ എനിക്ക് ജാതിസം ഉണ്ടെങ്കിൽ എനിക്ക് കൊള്ളും, എനിക്ക് മതഭ്രാന്തുണ്ടെങ്കിലും എനിക്ക് കൊള്ളും, എനിക്ക് കളറിലോട് വിവേചനമുണ്ടെങ്കിലും എനിക്ക് കൊള്ളും. മൂന്നും കൊള്ളും. പിന്നെ ഇനി നാലാമത് പറയണത്, കാശുള്ളവൻ കാശിറങ്ങി ലോകം ഭരിക്കും. അതൊക്കെ ചരിത്രം തന്നെയാണ്. അതിനകത്ത് എത്തിക്സൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എത്തിക്സ് മാറുകയും ഫണ്ടിൻ്റെ പുറത്ത് മാത്രമായിട്ട് നമ്മുടെ സമൂഹം കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും. ഓരോ സ്ഥലവും ആര് ഭരിക്കണമെന്ന് തോന്നും. നമ്മുടെ വീടായാലും പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും സ്റ്റേറ്റായാലും നാഷണലായാലും ഇൻ്റർനാഷണലായാലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും. അതൊക്കെ പറയുമ്പോൾ നമുക്കെന്തിനു കൊള്ളണത്? അങ്ങനെയൊക്കെ പറയുമ്പോൾ കൊള്ളാൻ പാടുണ്ടോ? ഒന്നും കൊള്ളേണ്ടല്ല. അതൊക്കെ പച്ച പരമ യാഥാർത്ഥ്യമാണ്. നമ്മൾ ചുമ്മാ നടിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെ നടിക്കുന്നവർക്കൊന്നും ഈ സിനിമ കാണാൻ പോകരുത്. അങ്ങനെ നടിക്കുന്ന ആരും ഈ സിനിമ കാണാൻ പോകണ്ട. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൊള്ളും. നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ ബഹളം ഉണ്ടാക്കും, ഡയറക്ടർക്കെതിരെ ചീത്ത പറയും, സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന മുരളി ഗോപിക്കെതിരെ ചീത്ത പറയും. പിന്നെ അതിലെ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അടശികാന്ത് തീർക്കും. പിന്നെ ഇന്ന് ബ്ലോഗ് ചെയ്യണേ എന്നെയും ചീത്ത പറയും. അങ്ങനെയുള്ള ഒരുത്തനും ഈ സിനിമ കാണാൻ പോകണ്ട. ഒരാളും പോകണ്ട. ഒരുത്തനെന്നല്ല, ഒരു വ്യക്തിയും പോകണ്ട. അങ്ങനെയുള്ള നിങ്ങൾക്ക് കൊള്ളുമെന്ന് അങ്ങനെ ഭ്രാന്തുണ്ടെങ്കിൽ നിങ്ങൾ ആരും പോകണ്ട. ഇല്ല, നിങ്ങളൊരു നിങ്ങളൊരു മൾട്ടി തിങ്കറാണ്. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുകയും അനാവശ്യ ഇമാജിനേഷന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിൻ്റെ പുറകെ പോകാതിരിക്കുകയും പല അത്ഭുത സിദ്ധികളുടെ പുറകെ പോകാതിരിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലിയോടെ തിയേറ്ററിൽ പോകാം, സിനിമ കാണാം. സിനിമ ഇതൊരു സിനിമ മാത്രമാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി. കഥയാണ് പ്രശ്നം, കഥ പറയുന്ന രീതിയാണ് പ്രശ്നം. അങ്ങനെ നിൽക്കും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അയാൾ നല്ല രീതിയിൽ, പൃഥ്വിരാജ് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ ഒരു പടത്തിന് പോയാൽ 3 മണിക്കൂർ ബോറടിക്കാതെ നമുക്കിരിക്കണം. 3 മണിക്കൂർ വിഷ്വലായാലും അതിൻ്റെ എല്ലാ മേഖലകളും കൊണ്ട് നമുക്ക് ബോറടിക്കാതെ തിയേറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കണം. 12 മണിക്ക് പോയി പടം വിട്ടത് 3 മണിക്കാണ്. ഞങ്ങൾക്ക് ഒരു ബോറും തോന്നിയില്ല. ലക്ഷറി ആയിട്ട് ഞാനും എൻ്റെ ഫാമിലി സിനിമ കണ്ടു, മോനോടക്കം ഉണ്ടായിരുന്നു, സ്റ്റൈലായിട്ട് പടം കണ്ടു പുറത്തിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കേട്ടോ. നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാം. നിങ്ങൾക്ക് തിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിലൊന്നും കൊള്ളൂല. പകരം എനിക്ക് വല്ലതിന് ഏതെങ്കിലും സബ്ജക്റ്റിനോട് എനിക്ക് അഗാധമായിട്ട് അന്ധമായ വിശ്വാസമുണ്ടെങ്കിൽ തിരിച്ചിറങ്ങണത് നിങ്ങൾ കൊണ്ടുകൊണ്ട് തന്നെ ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വെളിയിലിറങ്ങുമ്പോൾ പലതും ചെയ്യണമെന്ന് തോന്നും, പലരെയും ചീത്ത പറയണമെന്ന് തോന്നും, കേസ് കൊടുക്കണമെന്ന് തോന്നും, ഇതൊക്കെ തോന്നും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരിടൊന്നും കൊണ്ടില്ല. ഇതൊക്കെ ഞങ്ങൾ 10-30 വർഷത്തിന് മുമ്പേ ഞാനിതൊക്കെ മനസ്സിലാക്കിയതാണ്. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ അന്നേ അങ്ങ് നിർത്തി, ഏത് മേഖലയിലായാലും അങ്ങ് നിർത്തി. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെന്നെത്തുന്നത് വലിയ മാർക്കറ്റിംഗ് ലെവലിലും വലിയ കോർപ്പറേറ്റ് ലെവലിലും, കോർപ്പറേറ്റ് എന്ന് കമ്പനികളല്ല കേട്ടോ ഞാൻ പറയണത്, ഫണ്ട് ഇറങ്ങുന്നതിൻ്റെ പുറകെ ആൾക്കാർ പോയി തുടങ്ങി മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ എണ്ണവും കുറയുകയും അവരവരുടെ ലക്ഷറി ലൈഫിന് വേണ്ടി നേതാവ് ചമഞ്ഞുകൊണ്ട് അവരവരുടെ ജീവിതം സുഖമായിട്ട് ചുറ്റിപ്പെട്ടുകയും അവരെ കൂടെ നിൽക്കുന്നവരുടെ ജീവിതവും സുഖമായിട്ട് ചുറ്റിപ്പെട്ടുകയും രാജ്യവും നാടും എങ്ങോട്ട് പോയാലും ഒരു കുരുവും ഇല്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ
അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനോടൊന്നും താല്പര്യം തോന്നില്ല. കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേ അങ്ങനെയൊക്കെ അങ്ങ് നിർത്തി. നമുക്കത് അന്നേ മനസ്സിലായി. 30 വർഷമായി, 28 വർഷം എന്തായാലും ആയി. ഞാനതങ്ങ് അന്നേ നിർത്തി. അതുകൊണ്ടാണ് നമുക്കൊരു കൊള്ളലുമില്ലാത്ത. കാരണം നമ്മൾ അന്നേ മനസ്സിലാക്കി, ഇന്ന് നമ്മൾ അതിന് പ്രസൻറ്റിനനുസരിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സബ്ജക്റ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് ഈ പടം കാണും. പടം നമുക്കൊരിക്കലും പടം കണ്ടിട്ടിറങ്ങുമ്പോൾ യാഥാർത്ഥ്യം പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചങ്കുറപ്പ് കാണിച്ച ഈ ഈ മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർക്ക് പൃഥ്വിരാജിന് ബിഗ് സല്യൂട്ട് കൊടുക്കാനേ നിവർത്തിയുള്ളൂ. വേറെ ഒരു വഴിയില്ല, കൊടുത്തേ പറ്റൂ. എന്നെപ്പോലുള്ളവർ കൊടുക്കും, 100-ൽ 100 മാർക്കും കൊടുക്കും. കാരണം ഒരു സബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ ചങ്കൂറ്റം കാണിക്കണ്ടേ? സെൻസർ ബോർഡ് ഇത് കുറേ കട്ട് ചെയ്തിട്ടുണ്ടാവും, അത് വേറെ കാര്യം കേട്ടോ. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഓരോ സിനിമയെ വെട്ടിക്കുറയ്ക്കണമെന്നൊക്കെ പറയണത് ശരിയൊന്നുമല്ല. ഒരു സിനിമ എടുക്കുന്നത് ക്രിയേറ്റീവാണ്, യാഥാർത്ഥ്യങ്ങളോട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് 99% ഇറങ്ങുന്ന സിനിമകൾ. അല്ല നിങ്ങളാരും അങ്ങ് സിനിമയെ അങ്ങ് തള്ളിക്കണ്ട. പലരും പറയാനായിട്ട് ഈ സെൻസർ ബോർഡ് കണ്ടില്ലേ, വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ വെട്ടിക്കളയാൻ ഒന്നുമില്ല. യാഥാർത്ഥ്യം കണക്ട് ചെയ്യണതുണ്ട്, സിനിമയ്ക്ക് വേണ്ടി അത് നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യം പറയുമ്പോൾ 2 വിഷയങ്ങളുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യാഥാർത്ഥ്യം പറഞ്ഞവരെയൊക്കെ ലോകം കൊന്നിട്ടുണ്ട്, എന്നിട്ട് അവരെ ആരാധിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് സൈക്കോളജിക്കലായിട്ട് യാഥാർത്ഥ്യം പറഞ്ഞാണ് ശ്രീകൃഷ്ണൻ. എന്ത് തന്മയത്വത്തോടെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി അവസാനം അടി വരെ ഉണ്ടാക്കി. അവസാനം എന്തായ സ്ഥിതി? ടെക്നിക്കലായിട്ടോ എന്തോ പുള്ളിയെ കൊന്നിട്ട് ഇപ്പോൾ പുള്ളിയെ ഭഗവാനെന്ന് പറയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതായത് ഈശ്വര തുല്യരായ മനുഷ്യരാണ് ഇവരൊക്കെ. നന്മയ്ക്ക് വേണ്ടി എന്ത് റിസ്ക് എടുത്ത് പ്രവർത്തിച്ചവർ. അതായത് അങ്ങനെ ഉള്ളവരെ കൊന്നിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ ആലോചിച്ചു, 2000 വർഷം വരെ BC 3-ാം നൂറ്റാണ്ട് മുതൽ 28-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്നത്. ചരിത്രങ്ങളൊന്നും ഞാൻ പറയണില്ല. പുള്ളി ഇതുപോലെ എന്തും തുറന്ന് വിളിച്ചു പറയും. പലർക്കും എതിരെ ശക്തമായിട്ട് പോരാടി. അവസാനം എന്താണ് സംഭവിച്ചത്? ലക്ഷക്കണക്കിന് പേരെ കുരിശിൽ കള്ളന്മാരെ കൊല്ലണേനോ പുള്ളിയെ കൊന്നു. പുള്ളിയെ കൊന്നതിന് ശേഷം കുരിശ് പരിപാവനമായി. പുള്ളി കൊന്നവർ തന്നെ പിന്നെ പിൽക്കാലത്ത് ആരാധിച്ചു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യം പറയുമ്പോൾ പൃഥ്വിരാജ് സൂക്ഷിക്കുക. കുറച്ച് അപകടം നന്നായിട്ട് മണക്കും ഇങ്ങനെ കളിക്കുമ്പോൾ. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. കാരണം യാഥാർത്ഥ്യം പറയണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചേ പറ്റൂ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ചിലപ്പോൾ അടി കൊള്ളും, എറി കൊള്ളും, ചവിട്ട് കൊള്ളും. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയല്ലോ ചവിട്ടിറങ്ങണം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊള്ളണമെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടിലുള്ളവർക്കാണ്. അല്ലാത്ത ആർക്കും ഒന്നും കൊള്ളൂല, കൊള്ളേണ്ട കാര്യമില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മനസ്സിലും എൻ്റെ സ്വഭാവത്തിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കൊള്ളണം. എൻ്റെ മനസ്സിലും എൻ്റെ സ്വഭാവത്തിലും അങ്ങനെ ഒന്നും ഇല്ലെങ്കിലോ പിന്നെ എന്ത് കൊള്ളണം? മനുഷ്യരായിട്ട് കാണുകയും പ്രവർത്തിക്കണത് സത്യസന്ധമായിട്ടാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്ത് കൊള്ളായിരിക്കണം? ശ്രീകൃഷ്ണ ആരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വല്ലതും കൊള്ളൂ. പിന്നെ പുള്ളിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ആ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്രിസ്തുവിൻ്റെ പിന്നിൽ നിന്ന് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും ക്രൈസ്റ്റ് ലെവലിലാണ് പ്രവർത്തിക്കണമെങ്കിൽ അവർ ക്രൈസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ പ്രശ്നം എന്താണ്? ലോകത്ത് സമത്വം ഉണ്ടാവും, അല്ലെങ്കിൽ നന്മയുണ്ടാവും. പകരം പ്രവർത്തിക്കുന്നവർ മറ്റു രീതിയിൽ ഇട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ പറയണതാണ് ശരി, ഞാൻ പറയണതാണ് കറക്റ്റ്, ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, മറ്റവരൊക്കെ ചെയ്യണത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അവരവരുടെ സബ്ജക്റ്റിൽ കയറി ഞെളിഞ്ഞിട്ട് കളിക്കുമ്പോൾ അവനെതിരെ കളിക്കും, മറ്റവനെ കളിക്കുകയും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു വലിയൊരു സാധനം മുകളിൽ വരും. കോർപ്പറേറ്റ് ഡ്രില്യൺ കണക്കിന് കോടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ബ്രെയിനുള്ളവൻ ഇതെല്ലാം പഠിക്കും. കൊടുക്കേണ്ടവനൊക്കെ കുറേച്ചാൽ കൊടുത്തിട്ട് അധികാരം കംപ്ലീറ്റിങ് കൺട്രോളിൽ കൊണ്ടുവരും. എന്നിട്ട് അവൻ കളിക്കും. ആ കളിയിൽ ഇവരെല്ലാവരും ചെന്ന് പെടും. ആ പെടലാണ് ഈ സിനിമ. ഇത്രയും പറഞ്ഞു വന്നാൽ അതുകൊണ്ടാണ്. ലെങ്ത് ഉണ്ടാവും സിനിമ. ആ സിനിമ തുറന്ന് കാണിച്ച ഈ പടത്തിൽ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊള്ളുന്നുവെങ്കിൽ ഞാൻ പറയണത് അത് നേരത്തെ പറഞ്ഞ ക്യാരക്ടറുള്ളവരായിരിക്കും. നല്ല പടം കേട്ടോ. ഒന്ന്, ഈ പടം കാശുള്ളവർ ഐമാക്സിൽ പോയി കാണുക. കാരണം അത് പുള്ളി ആ രീതിയിലാണ് ക്യാമറകൾ ഉപയോഗിച്ച് അതിൻ്റെ വിഷ്വൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഐമാക്സിൽ നല്ല സിനിമ കണ്ടത്. ഞാൻ 4K ഡിജിറ്റൽ അൾട്രാ സിസ്റ്റമുള്ള കാട്ടാക്കട തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അത് നല്ല തിയേറ്ററാണ്, ഞങ്ങളുടെ ബഡ്ജറ്റിന് നല്ല തിയേറ്ററാണ്. അവിടെയാണ് ബുക്ക് ചെയ്ത് ഈ പടം കണ്ടത്. ഐമാക്സിൽ കാശുള്ളവർ കാണുക. കാരണം അത് നല്ല റേറ്റുണ്ട്. ലുലുവിലൊക്കെ PVR ലുലുവിലൊക്കെ 700 രൂപയാണ് ഫ്രണ്ട്, മിഡിൽ 800 രൂപ, ബാക്കിൽ 900, അതിൻ്റെ ബാക്കിൽ 1200 രൂപ. അതൊന്നും സാധാരണ, അത് പിന്നെ ടാക്സ്, സാധാരണക്കാരെ കൊണ്ടൊന്നും നടക്കണ കാര്യമൊന്നുമില്ല. ആ റേറ്റൊക്കെ എന്ത് അർത്ഥത്തിൽ ഇടുന്നെന്ന് ഒരിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോർപ്പറേറ്റ് തീരുമാനിക്കും ഇവിടെയൊക്കെ. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയല്ലേ.
ആ, അതൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ സിനിമയിലേക്ക് പറയണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഐമാക്സിൽ പോയി കാണും, അല്ലാത്തവർ കാണും. കാരണം ഒരു പടം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അതിനുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതിനുപയോഗിക്കുന്ന എഫേർട്ട്, അത് എന്തിന് ഹൈ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ വേൾഡ് വൈഡിൽ അത്രയും തിയേറ്ററിൽ കൊടുക്കണമെങ്കിൽ അത്രയും ക്യാമറകൾ ഉപയോഗിക്കണം, ആ രീതിയിൽ അത് ഗ്രാഫിക്സ് ചെയ്യണം, ആ രീതിയിൽ അതിൽ കളറിങ് ചെയ്യണം, ആ രീതിയിൽ ആർട്ട് വർക്ക്, ലൈറ്റ് എല്ലാം ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചെടുക്കുന്ന ഒരു സിനിമ ആ ക്വാളിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ട തിയേറ്ററിൽ നിന്ന് കണ്ടാലേ എൻ്റെ യഥാർത്ഥ ഫീല് കിട്ടുള്ളൂ. അത് നിങ്ങൾ അങ്ങനെയുള്ളൊരു കാണും. ഞാനിവിടെ നിന്നാണ് കണ്ടത്. ഒന്ന് പറയട്ടല്ലോ, നല്ല മൂവി. നല്ല മൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വല്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ പ്ലാനിങ് വർക്ക്, അയാളുടെ ബ്രെയിൻ, അത് ഒരു കഥ മുരളി ഗോപി എഴുതി തയ്യാറാക്കിയിട്ട് അതിന് വിഷ്വൽ കൊടുക്കുക എന്ന് പറയും. ആ വിഷ്വലൈസേഷൻ പ്രതി വെരി ബ്രില്യൻ. ഒരു മലയാള പടത്തിൽ 180 കോടി രൂപ ബഡ്ജറ്റും വെച്ചിട്ട്, 180 കോടിയാണ് കാണിക്കുന്നത്, എനിക്ക് അറിയില്ല കേട്ടോ കൂടുതൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന്. ആ 180 കോടി രൂപയ്ക്കാണ് ഈ സിനിമ ചെയ്തതെങ്കിൽ പ്രതി, യു ആർ എ വെരി എക്സലൻറ്റ് ഡയറക്ടർ, യു ആർ എ വെരി എക്സലൻറ്റ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ. 180 കോടി രൂപയ്ക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വിഷ്വൽ കൊണ്ടുവരണം ഈ രീതിയിൽ, ഇത്രയും വൈഡായിട്ട്, ഇത്രയും ആർട്ടിസ്റ്റ്, അതൊക്കെ എനിക്ക് പറ്റില്ല, എനിക്ക് ആലോചിച്ചിട്ട് തോന്നില്ല കേട്ടോ. 180 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റും. രണ്ട് വിധത്തിൽ നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾ യുവർ ഡയറക്ഷൻ, പിന്നെ ഈ ഫണ്ടിൻ്റെ കൺട്രോൾ എന്നുള്ളൊരു സാധനമുണ്ട്. അത് എങ്ങനെ നിങ്ങൾ എന്തോ കൺട്രോൾ ചെയ്ത് അത്രയും രീതിയിൽ ഈ പടം 180 കോടി രൂപയ്ക്ക് തീർക്കാൻ പറ്റിയ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ. കാരണം ആ രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. വിഷ്വല്, മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പോയിരിക്കുന്നത്, അതിനകത്തുള്ള എല്ലാം തന്നെ. ബാക്കി ഞാൻ ബാക്കിൽ നിന്ന് വരാം. അങ്ങനെ അൺബിലീവബിൾ. പടം ചെയ്ത എല്ലാ ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇതുപോലൊരു സബ്ജക്റ്റ് എഴുതാൻ ധൈര്യം കാണിച്ച ശ്രീ മുരളി ഗോപി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില രാഷ്ട്രീയ കാര്യങ്ങൾ അതിനകത്തൂടെ ഓടിപ്പോണുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് ആരും പറയാൻ പോലും തയ്യാറല്ല. ആ സമയത്താണ് നിങ്ങൾ ഇതൊരു ചിത്രമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ആ പടം ഡയറക്റ്റ് ചെയ്യാൻ സമ്മതിച്ച പൃഥ്വിരാജ് സമ്മതിച്ചു ഞാൻ. പിന്നെ ഈ പടത്തിന് ഇതൊക്കെ സപ്പോർട്ട് കൊടുക്കാനും ആൾ വേണമല്ലോ. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സംഗതിയാണ്. കാരണം പുള്ളിയുടെക്കെതിരെ നേരത്തെയൊക്കെ ചെറിയ മറ്റു രീതിയിലൊക്കെ പലരും പല ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരെയും പിടി കൊടുക്കുന്ന പരിപാടിയാണ്. ആ പടത്തിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുക. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും ആ ഇതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് തുറന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ വരുന്ന അപകടം കുറച്ചുണ്ടാവും പ്രതി. പക്ഷെ ഞങ്ങളെ പോലുള്ളവരൊക്കെ ലോകത്തുണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ടാവും ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നതിന്. ഇത് സിനിമയ്ക്കല്ല, സിനിമയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സിനിമയായിട്ടേ കാണുള്ളൂ. അതിനിടയിൽ പറയാനുള്ളത് നിങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അത് ആർക്കും ചെയ്യാം. അതിനുള്ള ധൈര്യം കാണിക്കണമെന്നുള്ളൂ. കാണിച്ചു പടം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 500 കോടി രൂപ കളക്ട് ചെയ്യണം എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പല സിനിമകളും നിങ്ങൾ അടച്ചാക്ഷേപിക്കുമ്പോൾ, പുഷ്പ സിനിമ അടച്ചാക്ഷേപിച്ചപ്പോഴും ഞാൻ എതിർത്തു. അവിടെ 1350 കോടി രൂപ സ്കോർ ചെയ്തു. സാറ്റലൈറ്റ് മറ്റു കാര്യങ്ങളും വേറെ വലിയ ബിസിനസ്സായി 2000 കോടി അടുപ്പിച്ച് അതിൻ്റെ ബിസിനസ് ചെന്നെത്തിയെന്നാണ് ഏകദേശ കണക്കൂട്ടൽ. മലയാള സിനിമകളിലും നല്ല ഇതുപോലെ പടം ഇറങ്ങുമ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അടച്ചാക്ഷേപിക്കാൻ. ഇല്ല പ്രതി, നല്ല വിഷ്വലൈസേഷൻ. ചില കാര്യങ്ങൾ എനിക്കും ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷേ നല്ല വിഷ്വലൈസേഷൻ, ചങ്കൂറ്റുള്ള സ്ക്രിപ്റ്റ്, നല്ല ക്യാമറ വർക്ക്, പൊളി. അതുകൊണ്ട് നല്ല 3 മണിക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമ. ഫാമിലിയായിട്ട് പോയിരുന്ന്, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ വേറെ ദുഷിച്ചെന്നല്ല, ഒന്നിലും ഒരു അനാവശ്യ വികാരങ്ങൾ കെട്ടിവെക്കാതെ പോയിരുന്ന് കാണുന്നവർക്ക് പക്കാ പ്രൊഫഷണൽ ഫിലിം. ഫാമിലിയായിട്ട് പോവുക, തിയേറ്ററിൽ പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരിലോട്ട് ഞാൻ വരികയാണ്. ഈ പടം എമ്പുരാൻ സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട് ശിവയാണ്. ശിവയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം തുറന്നു പറയണം. സ്റ്റണ്ട് ശിവ അത്യാവശ്യം നല്ല ആക്ഷൻ കോറിയോഗ്രാഫിയാണ്. പക്ഷേ ഈ പടത്തിലെ ആക്ഷൻ കോറിയോഗ്രാഫി ഇത്തിരി ബോറായിപ്പോയി പലയിടത്തും. ഒന്നാമത്, ഇതൊരു ലോക്കൽ പടമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ മറ്റ് ചില അടികൾ കൊള്ളാമെങ്കിലും ഈ ഇൻ്റർവെല്ലിന് ശേഷം 2 അടി ഭയങ്കര ബോർ ഫീൽ ചെയ്തു. കാരണം ഒന്നാമത്, നമ്മുടെ നായിക, അതായത് മഞ്ജു വാര്യർ ചെയ്യുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിനെ ഓടിച്ച് കാട്ടിനകത്ത് കൊണ്ടുപോയിട്ട് അതിനകത്ത് മോഹൻലാൽ ഇറങ്ങി മുണ്ടുകുത്തി, അത് നെഗറ്റീവ് കാര്യം പറയണതാണ്, മുണ്ടുകുത്തി വന്നിട്ട് ഒരു അടി സീനുണ്ട്.
എന്തോ അതൊരു ഏച്ച് കെട്ട് പോലെ തോന്നി. പിന്നെ ആക്ഷൻ സീക്വൻസും അതിനകത്തൊരു സുഖം തോന്നിയില്ല. കാരണം ഇത് പോരാ, ലെവല് മാറി വരണം. കാരണം അതിനകത്ത് മറ്റൊരു കൂടെ ഉണ്ട്, പൃഥ്വിരാജ് മറ്റും എല്ലാവരും ഉണ്ട്. ഇതിനകത്ത് ഒരു എന്തോ ഒരു ആ കഥാപാത്രവും ആക്ഷൻ സീനുമായിട്ട് എന്തോ ഒരു ബോർ തന്നെ തോന്നി. ഒന്നാമത് ആക്ഷൻ സീക്വൻസ് ബോറായപ്പോഴത്തേക്ക് ആ കഥാപാത്രവും ഇതും തമ്മിൽ ഒരു റേഞ്ച് ഇല്ലാതെ പോയി. എബ്രാഹിം ഖുറൈഷി എന്ന് പറഞ്ഞാൽ എവിടെയും നിൽക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അവൻ കാട്ടിനകത്ത് സ്റ്റീവൻ നെടുമ്പള്ളിയായിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു പ്രധാന കഥാപാത്രത്തെ രക്ഷിക്കാൻ വന്നിട്ട് അടിക്കുന്ന ആക്ഷൻ സീക്വൻസ്, എല്ലാ എക്യുപ്മെന്റ്സും വെച്ചിട്ട് വെടിവെക്കാൻ നിൽക്കുന്നതിനകത്ത് ഇവരെ നിന്നൊക്കെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ട് തിരിച്ച് വെട്ടയും കുത്തുകയും ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒരു അത് അതിനോടങ്ങ് യോജിക്കാൻ തോന്നിയില്ല. ഒരു ലോജിക്ക് ഇല്ലാത്തത് പോലെ തോന്നി. അതൊരു ബോർ ആക്ഷൻ കോറിയോഗ്രാഫി പോലെ, ആക്ഷൻ കോറിയോഗ്രാഫിയും ആ സീനും ഇത്തിരി ബോർ തോന്നി ഒന്ന്. രണ്ടാമത് ഈ പടം സ്റ്റാർട്ട് ചെയ്യണത് ഒരു വളരെ അതായത് ഫസ്റ്റ് ആ വിഷ്വൽ കഴിഞ്ഞിട്ട് പിന്നെ പോയി നിൽക്കുന്നത് ഒരു വയലന്റിന്റെ അങ്ങേറ്റമാണ്. ഒരു കൊട്ടാരത്തിൽ അഭയം കൊടുക്കുന്ന എല്ലാവരെയും വല്ലാത്ത രീതിയിൽ നികൃഷ്ടമായ രീതിയിൽ ഞാനൊന്നും പൊളിച്ചു പറയുന്നില്ല. കാരണം ചിലപ്പോൾ അത് ബ്ലോഗിൽ അത് നെഗറ്റീവ് വരും എന്നല്ലാതെ കേസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത്രയും നിങ്ങളുടെ സിനിമ കണ്ട് അത് മനസ്സിലാകും. ഞാൻ അതുകൊണ്ട് ആ സീനെ കുറിച്ചില്ല. അത്രയും നികൃഷ്ടമായിട്ട് മോശമായിട്ട് കൊല്ലുന്ന ഒരു കഥാപാത്രത്തിനെ ലാസ്റ്റ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രവും എമ്പുരാന്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രവും കൂടെ വന്നിട്ട് ഒരു തരം ഏച്ച് കെട്ട് പോലത്തെ ആക്ഷൻ സീന്. ഇത്രയും നികൃഷ്ടമായിട്ട് കൊന്ന ഒരു വില്ലന്റെ ഗ്രൂപ്പിനെയൊക്കെ വന്നിട്ട് എന്തോ ഒരു ഡമ്മി പീസിൽ അടിക്കും പോലെയാണ് നമ്മുടെ എമ്പുരാൻ അടിക്കുന്നത്. മീൻസ് ഖുറൈഷി എബ്രാഹിം അടിക്കുന്നതും ഈ പൃഥ്വിരാജും കൂടെ ഒരു തരം എന്തോ ഒരു പക്കാ ലോക്കൽ. ഇത്രയും റേഞ്ചിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഇത്രയും താഴ്ന്നിറങ്ങി വന്നിട്ട് ഇത്രയും ക്രൂരമായിട്ട് തൻ്റെ ഫാമിലിയെയും ആ ചുറ്റുവട്ടത്തുള്ള ഗ്രാമത്തിലുള്ളവരെയും അഭയം നൽകിയവരെയൊക്കെ കൊന്നതിന് ശേഷം ഇവനെ ടാർഗറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അത് ഒരു തരം ഉള്ളത് പറയാല്ല, പക്ക വേസ്റ്റ് സീനായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ സീൻ അടക്കം ആ സീൻ എന്ന് പറയുന്നത് ആ കാണിച്ച വലിയ വിഷ്വലും ഈ വിഷ്വലുമായിട്ട് ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നുമില്ല. കാരണം കഥാപാത്രം അങ്ങനെയാണ് പോണത്. നിങ്ങളിപ്പോൾ ഒരു ഗ്രാമ കഥാപാത്രം കാണിച്ച് ഒരു സാധാ ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്താൽ നമുക്കത് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. ഈ രണ്ട് നെഗറ്റീവ് പടത്തിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആക്ഷൻ കോറിയോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞത്. ഇത് ആക്ഷൻ കോറിയോഗ്രാഫി താങ്കളുടെ മാത്രമല്ല, വിഷ്വൽ ചെയ്ത പൃഥ്വിരാജിനും ഒക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ആലോചിച്ചു, ഇത്രയും മൃഗീയമായിട്ട് കൊന്ന ഒരു ടീമിനെ പിടിച്ച് നിസ്സാരം പോലൊരു തരം സൂപ്പർ സ്റ്റാർ കളിക്കുന്നതാ. രണ്ടുപേരും കൂടെ ഒന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നിട്ട് എന്തൊക്കെയോ ഒരു തരം വൃത്തികെട്ട ആക്ഷൻ. ആ സീനും ചേരണില്ല. ഇതിൽ നമുക്ക് ആ സീന് മനസ്സിൽ കിടക്കുമെന്ന് മനസ്സിലാക്കണം. പ്രേക്ഷകരുടെ മനസ്സിലെ തുടക്കമുള്ള സീനിലെ വില്ലനെയാണ് എൻഡ് ഓഫ് ഫിലിം കുറച്ച് മുമ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. അതെന്തായാലും രണ്ട് സീൻ ഈ പടത്തിൻ്റെ അതിൽ സ്റ്റീവൻ നെടുമ്പള്ളിയെ കാണിക്കാൻ കരുതി മഞ്ജു വാര്യരെ ഓട്ടിച്ച് കാട്ടിനകത്ത് കൊണ്ടുപോകേണ്ട സീന് ഓക്കെ, ശരി, ഒരു റിട്ടേൺ എന്തെങ്കിലും വയ്ക്കാം. പക്ഷെ ഇതൊരു വളരെ ബോറ സീന് തന്നെയാണ്. ആ സീനിനോട് എനിക്കൊരു സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വിയോജിപ്പുമുണ്ട്, എതിർപ്പുമുണ്ട്. അത്രയും ബോർ ഫീൽ ചെയ്തു. സ്റ്റണ്ട് ശിവയും ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാണ്, അടുത്ത എമ്പുരാൻ്റെ 3rd പാർട്ടിലെങ്കിലും ഇത്തരം സീനുകൾ വരണമെങ്കിൽ ഒഴിവാക്കിയിട്ട് കുറേ കൂടെ ടോപ്പ് ലെവലിലോട്ട് അതിനെ കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ഷൻ സുജിത്ത് വാസുദേവ് ആൻഡ് മോഹൻദാസ്. മോഹൻദാസ് നല്ല ആർട്ട് ഡയറക്ഷൻ. കാരണം ഒരുപാട് പരിമിതിയുണ്ട്. ഇതിൽ ഹെലികോപ്റ്റർ അടക്കം നിങ്ങൾ ചെയ്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തതല്ല ഇറക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആർമിയുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഹെലികോപ്റ്ററുകളൊക്കെയാണ്. അതൊന്നും അങ്ങനെ റെൻറ്റിന് കിട്ടില്ല. ഇനി റെൻറ്റിന് കിട്ടിയാൽ തന്നെ അതിന് അതുപോലെ എക്സ്പെൻസ് ഉണ്ട്, അതിനുപോലെ സെക്യൂരിറ്റി ഉണ്ട്. റെൻറ്റിനെടുത്തെന്നൊക്കെ ആദ്യം ഇങ്ങനെ കണ്ടു. അപ്പം ഞാനും അതൊരു ശരിയായിരിക്കുമെന്ന് വെച്ചു. കാരണം ആർമിയുടെ
പൊതുകാര്യങ്ങൾ ഓപ്പണൈസ് ചെയ്ത് കാണിക്കാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറയണ കേട്ടോ അത് പെരുമ്പാവൂരിൽ സെറ്റ് ഇട്ടിട്ട് അതിലേക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ അത് നിങ്ങൾ ഷൂട്ട് ചെയ്യണത് അത് വേറെ കാര്യം. അത് ഗ്രീൻ മാറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഗ്രാഫിക്സ് ചെയ്ത് കെട്ടണാണ്. പിന്നെ അങ്ങനെ ഈ സാധനം ഉണ്ടാക്കുകയും പിന്നെ നിങ്ങൾ ആ കൊട്ടാരോടൊക്കെ എല്ലാം ഇട്ടത് അത് പിന്നെ ഗ്രാഫിക്സിലോട്ട് വന്നപ്പോഴത്തേക്കും എക്സലൻ്റ് പോയി നന്നായിട്ടുണ്ട്. കാരണം ആർട്ട് ഡയറക്ഷൻ സുജിത്ത് വാസുദേവനും ആൻഡ് മോഹൻദാസിനും അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് തന്നെയാണ്. മലയാള സിനിമ എങ്ങോട്ട് പോകുന്നു, മലയാളമല്ല സൗത്ത് ഇന്ത്യൻ സിനിമ എങ്ങോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു $1000 കോടി ബിസിനസ് വരും. ഈ പോക്കാണെങ്കിൽ താമസിക്കൂല. ഞാൻ പറഞ്ഞ കാലം പോലും പോവില്ല. $1000 കോടി $1000 കോടി എന്ന് പറയുന്നത് ഒരു ഡോളറിന് 84 രൂപ വെച്ചാകുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. 84,000 കോടി രൂപയുടെ ബിസിനസ്, സുമാർ 1,00,000 കോടി രൂപയുടെ ബിസിനസ് സൗത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവും താമസിക്കാതെ. അതാണ് ആ രീതിയിലാണ് പടങ്ങൾ മേക്ക് ചെയ്യുന്നത്. തികച്ച അഭിനന്ദനങ്ങൾ സുജിത്ത് വാസുദേവ് ആൻഡ് മോഹൻദാസ്. അടുത്ത് മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂർ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് മേക്കപ്പിൽ വലിയ സ്വാതന്ത്ര്യമൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് പക്ക ഫ്രെയിം വർക്ക് ചെയ്യുന്ന ആളാണ്. കാരണം പുള്ളിക്ക് എല്ലാ കാര്യത്തിലും നോളജ് ഇതാണ് ഒന്ന്. രണ്ടാമത് പുള്ളി പറയുന്നതിനപ്പുറം നിങ്ങളുടെ ഒരു വലിയ അഭിപ്രായമൊന്നും പുള്ളി കേൾക്കാൻ സാധ്യതയില്ല. കാരണം പുള്ളിക്ക് കൃത്യമായിട്ട് പ്രോജക്റ്റ് പ്ലാൻ ഉണ്ട്. പുള്ളി ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളാണ്. അപ്പം അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ കോസ്റ്റ്യൂമെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം മോശമെന്നല്ല, നന്നായിട്ടുണ്ട് എല്ലാ രീതിയിലും. പക്ഷേ ചില സീനിലൊക്കെ ഈ ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ കാണിച്ചതുപോലെ ഒരു ഫീല് വന്നു. അത് പ്രത്യേകിച്ച് മഞ്ജു വാര്യരെയൊക്കെ റീ എൻട്രി കാണിക്കുമ്പോൾ അത് പ്രതി പറഞ്ഞിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ പക്ഷെ ആ സീനിന് അത് അഡോപ്റ്റ് ആവണില്ല. കാരണം ആ സെലക്ഷൻ രാഷ്ട്രീയപരമായിട്ടുള്ള കളറാണ് അതിനകത്തുണ്ടെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്കിത് എവിടെ നിന്നാണ് എനിക്കറിയില്ല. ഈ ചെയ്തിരിക്കുന്ന പാർട്ടിക്കാരുടെ കളർ തന്നെ കൊടുക്കണമെന്ന് നിയമമല്ലോ ഉണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ പച്ചയും ഇവിടെ ഇങ്ങനെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ് പറയണമെങ്കിലും അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് റൂൾസ് വല്ലതും ഉണ്ടോ? പുതിയ കഥകളും പുതിയ കാര്യങ്ങളും അല്ലേ. അതാത് ആ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യണേണോ? എനിക്കതറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയില്ല. പക്ഷെ അതൊരു എവിടെയെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യാന്ന്, ഒരു പുതിയ രീതിയിൽ പുതിയ സ്റ്റൈലിൽ അതൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം കണ്ടുപടുത്ത പോലത്തെ ഒരു എന്ന് പറയണത് കോസ്റ്റ്യൂം ഡിസൈനിങ്. പിന്നെ മോഹൻലാലിൻ്റെ ചില സീനിൽ വരുന്ന ചില കോസ്റ്റ്യൂമൊക്കെ എന്ന് പറയുന്നത് ഹെവിയാണ് ആൾ. അപ്പോൾ നമുക്ക് അതേ ലെവലിൽ നിൽക്കണം ഫ്രെയിമിൽ. അപ്പോൾ അതിലൊക്കെ എവിടെയോ ഒരു ചെറിയ കുറവുകൾ ഫീൽ ചെയ്ത്. അത് ഞാൻ പറയണതെന്ന് ചോദിച്ചാൽ അടുത്ത തേർഡ് പാർട്ട് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെയൊക്കെ പ്രതി സ്വാതന്ത്ര്യം തരൂലായിരിക്കാം, തന്നിട്ടുണ്ടാവില്ല, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം പറയും, നിങ്ങൾ അതുപോലെ ചെയ്തു കൊടുക്കും, അതായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് അത് നമുക്ക് വലിയ ലെവലിലോട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ സിനിമ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യണത്. ഇത് കേരളത്തിലാണെങ്കിൽ ഓക്കെ, ഈ കഥ മലയാളിക്ക് കുറച്ച് പേർക്ക് മനസ്സിലാവും, സൗത്തിലും മനസ്സിലാവും. നമ്മൾ സൗത്തിൽ ഒരു പടം ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലിലല്ലേ പോകുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് മാറി ചിന്തിക്കണം, ഇവിടുത്തെ പാർട്ടിക്കാർ ആർക്കറിയാം? അവ ഇന്റർനാഷണൽ പാർട്ടിയായിട്ട് വരട്ടെ, മഞ്ജു വാര്യർ ഇന്റർനാഷണൽ പാർട്ടിയായിട്ട് വരട്ടെ. പകരം ഇവിടെ ഇരിക്കുന്ന ഈ 4, 3, 7 അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള പാർട്ടി എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ മുരടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളല്ല അധികവും, അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പാർട്ടി എത്ര പേർക്കറിയാം? ഞങ്ങൾ ഇന്റർനാഷണൽ ആവാൻ പോകണമെന്നുള്ള ലെവലിൽ ഒരു മാറ്റം, ഒരു ലെവൽ ഓഫ് റേഞ്ച് ഒക്കെ വസ്ത്രധാരണത്തിലും ഒക്കെ വരാം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണം. ശരിയല്ല, പക്ഷെ എങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ്യൂം ഡിസൈനിങ് സജിത്താണ് കോസ്റ്റ്യൂം ഡിസൈനിങ്. ഞാൻ നേരത്തെ പറഞ്ഞത് മേക്കപ്പാണ് ശ്രീജിത്ത് ഗുരുവായൂർ. മേക്കപ്പ് കൊള്ളാം കേട്ടോ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സജിത്ത് സുധാകർ ആൻഡ് 67th നാഷണൽ അവാർഡ് വിന്നറാണ്. മലൈക്കോട്ടെ വാലിബൻ, മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലൊക്കെ പുള്ളി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ആളാണ്. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പേരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വന്ന് ക്ഷമിക്കുക.
അപ്പോൾ അതാണ് ഞാൻ സജിത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. സജിത്ത് അതിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂർ. ശ്രീജിത്ത് ഗുരുവായൂർ മേക്കപ്പ് കൊള്ളാം, വേറെ നമുക്കൊരു ലാഗോ ഒരു ഏച്ച് കെട്ടൊന്നുമില്ല, അത്യാവശ്യം നന്നായിരുന്നു, നിങ്ങളുടെ ടീം വർക്കും കൊള്ളാം, പിന്നെ അഭിനന്ദനങ്ങൾ. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത സജിത് സുധാകരൻ്റെ അടുത്ത് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നാഷണൽ അവാർഡ് 67th നാഷണൽ അവാർഡ് വിന്നറാണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളത് നന്നായി ചെയ്യാറുമുണ്ട്, ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ലിമിറ്റേഷൻ വെച്ചായിരിക്കും ഒന്നുമില്ല, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് എമ്പുരാൻ 3rd പാർട്ട് വരുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ വന്നാൽ ഇറ്റ്സ് ബെസ്റ്റ്, നന്നായിരിക്കും എന്ന്. അഭിനന്ദനങ്ങൾ. ഇതിലും നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നു. അടുത്ത് വരുന്നത് DOP ക്യാമറ സുജിത് വാസുദേവ്. നമ്മുടെ സുജിത്ത് വാസുദേവ് ആർട്ട് ഡയറക്ടറും കൂടെയാണ്. സുജിത് വാസുദേവാണ് ക്യാമറയും DOP ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം സീൻ ബൈ സീനിൽ നന്നായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റിയത്. കാരണം നമുക്ക് അതിപ്പോൾ സ്ഥിരം പരിപാടിയായി വരെയാണ്. ഒന്നും പറയാനില്ല കേട്ടോ, DOP എക്സലൻറ്റ്. നിങ്ങൾ എത്ര ക്യാമറ ഉപയോഗിച്ചിട്ടായിരിക്കും സീനുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഒന്ന് അത് വിഷ്വലൈസ് ചെയ്യുകയും പിന്നെ അത് ഗ്രാഫിക്സ് ചെയ്യാനും മറ്റെല്ലാ രീതിയിലും നിങ്ങളെ ബ്രെയിൻ, സീൻ ബൈസ് ബ്രെയിന് ഒരു കുറവും പറയാനില്ല, ഒരു കുറവും പറയാൻ പാടില്ല. ഇതിൻ്റെ 2 ഇരട്ടി പ്രതീക്ഷിക്കണം എമ്പുരാൻ 3. എക്സലൻറ്റ് ബൈ ബ്രില്യൻറ്റ്. പിന്നെ പറഞ്ഞാൽ മ്യൂസിക് ദീപക് ദേവിനെ എല്ലാവർക്കും അറിയാം, സ്ഥിരം മ്യൂസിക്കൊക്കെ ഉള്ള ആളാണ്. എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് ലെവലിലോട്ട് മ്യൂസിക് ഉയർന്നിട്ടുണ്ടോ നേട്ടാ? ഇല്ല. അതായത് പടം ഇന്റർനാഷണൽ ലെവലാണ്. പടം സൗത്തിലോ നമ്മുടെ നാട്ടിൽ കുറച്ച് തിയേറ്ററിൽ നിർത്താനാണെങ്കിൽ ഇത് ഓക്കെയാണ്. മ്യൂസിക് മോശമൊന്നല്ല അതിൻ്റെ അർത്ഥം. മ്യൂസിക് കൊള്ളാം, പ്ലേ ബാക്ക് സ്കോറിങ് കൊള്ളാം, അനാവശ്യമായിട്ടൊന്നും ഏച്ചുകെട്ടൊന്നുമില്ല. പക്ഷേ 3rd പാർട്ടിൽ ദീപക് ദേവ് ആണെങ്കിൽ ഞാൻ പറയുന്നു ഇത് കൊണ്ട് നിൽക്കില്ല. കാരണം ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ പ്രതീക്ഷ 2nd പാർട്ടിലോട്ട് വന്നു. 2nd പാർട്ടി നന്നായിട്ട് ഓടുന്നു. കുറേ പേര് പലതും പറയും, അത് കണക്കാക്കണ്ട. 3rd പാർട്ട് ലെവൽ ഓഫ് റേഞ്ച് മാറണം, അൺബിലീവബിൾ ആവണം. പാട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ തന്നെയും ഇന്റർനാഷണൽ ലെവലിൽ കണ്ടിട്ട് കാശ് എത്ര വേണമെങ്കിലും അവർ ചിലവാക്കിക്കോളും. താങ്കൾ ഭാവനയോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത്. പ്രതിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്ക് ബോധ്യപ്പെട്ട പുള്ളി 10 കോടി ഇറക്കാനെടുത്ത് 25 കോടി ഇറക്കിക്ക്. അതൊക്കെയാണ് പുള്ളിയുടെ പ്രത്യേകത. ബോധ്യപ്പെടണമെന്നുള്ളേ ഉള്ളൂ. ആ ലെവലിലോട്ട് മാറട്ടെ. നല്ല മ്യൂസിക് ഡയറക്ഷൻ. പക്ഷെ ഞാൻ അടുത്ത പാർട്ടിൽ മോർ ദാൻ അക്സെപ്റ്റ് ചെയ്യണം. അഭിനന്ദനങ്ങൾ. പിന്നെ സിംഗേഴ്സ് പൃഥ്വിരാജ് ആൻഡ് കെയർ ഓഫ് ഡോക്ടർ അലൻ കൃത്ത 10 years old. പൃഥ്വിരാജിൻ്റെ മോള് പാടിയിരിക്കുകയാണല്ലേ. പൃഥ്വിരാജും പുള്ളിയുടെ മകളും 10 വയസ്സുള്ള അലൻ കൃത്ത, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ പ്രസൻറ്റേഷൻ തെറ്റായിരിക്കും. അലൻ കൃത്ത 10 വയസ്സുള്ള കുട്ടി പാടിയിരിക്കുന്നത്. ഉഷാവുദപ്പ് പാടിയിരിക്കുന്നു. KP വിഷ്ണു പാടിയിരിക്കുന്നു. പാട്ടുകളെല്ലാം ദീപക് ദേവ് കൊടുത്ത അനുസരിച്ച്, പൃഥ്വിരാജ് ആഗ്രഹിച്ച അനുസരിച്ച് നന്നായിട്ടുണ്ട്. ഒരിടത്തും ബോറൊന്നും ഫീൽ ചെയ്തില്ല, അനാവശ്യമൊന്നുമില്ല. നല്ല സിംഗിങ് നന്നായിട്ട് നിന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വേണ്ടി ഞാൻ പറയുന്നത്, പുതിയ കുട്ടികൾക്ക് കൂടെ നല്ല അവസരങ്ങൾ കൊടുക്കുക. നിങ്ങളൊക്കെ അങ്ങനെ കയറി വന്നേല്ലേ, എവിടെയായിരുന്നപ്പോൾ ഏതോ ഡയറക്ടറെ വിളിച്ചിട്ടൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. പൃഥ്വിരാജ് ലെവൽ മാറി. എല്ലാം നമ്മളെ കയ്യിലിരിക്കാതെ കുറച്ചൊക്കെ പുറത്തുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ നൽകണം, ഒന്നിൽ പാട്ടിലെങ്കിലും എന്നൊരു അഭിപ്രായമുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സും മ്യൂസിക് പാടാൻ ആഗ്രഹിച്ച് നടക്കുന്നവരും കുട്ടികളും ഒക്കെ ധാരാളം ഈ ലോകത്തുണ്ട്. അതിനോട് എനിക്ക്, നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ പാടും, നിങ്ങളെ കുട്ടിയും പാടണം. അവൾ മിടിക്കുകയല്ലേ, അല്ലെങ്കിൽ അവനും മിടുക്കനല്ലേ. ഒപ്പം മറ്റുള്ളവർക്കും കൂടുതൽ അവസരങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് എഡിറ്റിംഗ്. അഖിലേഷ് മോനെ പൊളിച്ചു കേട്ടോ. കാരണം എഡിറ്റിംഗ് ടേബിളിൽ താങ്കൾക്കിരുന്നൊന്നും ചെയ്യാനില്ല. വരുന്ന സീനുകളെ എത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രയും നന്നായിട്ട് ഈ പടത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 3rd പാർട്ടും താങ്കൾ തന്നെ എഡിറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു. നന്നായിട്ടുണ്ട്. എക്സലൻ്റ് എഡിറ്റിംഗ്. ഒരിടത്ത് ലാഗില്ലാത്ത എഡിറ്റിംഗ്, ഒരിടത്ത് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത എഡിറ്റിംഗ്.
സൂപ്പർ ബായ്, അഭിനന്ദനങ്ങൾ. പിന്നെ വരുന്നത് ലിറിക്സ്. പാട്ട് എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജാണ് ഇതിനകത്ത് സോങ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. പ്രതി ഒരു പാട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഒരു 4 പാട്ട് എഴുതും, 2 പാട്ട് എഴുതും, 2 പാട്ട് പുറത്തൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ആകുമ്പോൾ പാട്ടുകൾ കുറേ കൂടെ മെച്ചപ്പെടും. കാരണം ഈ പാട്ടൊന്നും മോശമൊന്നല്ല, പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് കുറവുകൾ, കുറച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇച്ചിരി കുറവുള്ള പോലെ. അപ്പം പ്രത്യേകം ഒരു പാട്ട് എഴുതൂ, എല്ലാവർക്കും കൊടുക്കൂ, നല്ല അങ്ങനെയുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യൂ. അതിനകത്തൊക്കെ കുറച്ച് കുറയ്ക്കേണ്ട. നിങ്ങളിൽ വലിയ ഫണ്ടില്ലേ, ഫണ്ട് വെച്ചല്ലേ ചെയ്യണത്, ഒത്തിരി ചെയ്യൂ കേട്ടോ. റിക്വസ്റ്റാണ്, മോശമൊന്നല്ല. എന്താ ലിറിക്സ്. അടുത്ത ആക്ടേഴ്സ്: ജിജു ജോൺ, ടൊവിനോ തോമസ്, മണിക്കുട്ടൻ, സൂരജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, ഷാജോൺ, സായികുമാർ, അനീഷ് മേനോൻ. ഓ അനീഷ്, അറ്റത്തെന്തൊക്കെ കിടക്കണേ കേട്ടോ, വച്ചോളൂ കേട്ടോ. ഈ അത് തന്നെയാണ് ഈ പടം മൊത്തം പറയണത്, അറ്റത്ത് തള്ളണത്. അങ്ങോട്ട് ശിവജി ഗുരുവായൂർ, നന്ദു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ആക്ടർമാരായിട്ട് അതിനകത്ത് കാണുന്നത്. നമ്മുടെ മലയാളമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആക്ടർമാർ. ഇതിലാരെയും ഒരു കുറ്റവും പറയാനില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ പാർട്ട് എക്സലൻ്റ് ആയിട്ട് ചെയ്ത് സൂപ്പറായിരിക്കണം. ഇതിനകത്ത് ഇനിയിപ്പോൾ നിങ്ങൾ പറയും മോഹൻലാലിനെ പറഞ്ഞില്ലെന്ന്. മോഹൻലാലിനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു രക്ഷയില്ല. ലാലേട്ടൻ പൊളിച്ചു. പ്രതിയുടെ റോള് ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ പ്രതിയുടെ അടുത്ത് ഒരു കാര്യം ഇപ്പോഴും പറയണേ, പ്രതിയുടെ ആക്ഷൻ സീക്വൻസ് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. പ്രതിയുടെയൊക്കെ അടി, ഈ ഒരു കാലിൽ ചവിട്ടി വെച്ചിട്ട് അവനെ പുറത്തിലെടുത്തുക, പുറത്ത് 2 അടി. പ്രതിയൊക്കെ എങ്ങാണ് പ്രതിയൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണതാണ്. പ്രതിയുടെ എന്നൊക്കെ ആക്ഷനൊക്കെ ഞങ്ങൾ വേറെ ലെവലിൽ, ഇത് ഹോളിവുഡ് ലെവലിലൊക്കെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഇതൊന്നും കാണിച്ചിട്ട് ഇത് പടം മോശമെന്നല്ല പറഞ്ഞത്. പ്രതിയിൽ നിന്ന് ഞങ്ങൾ ആക്ഷൻ, മോഹൻലാലിൽ നിന്ന് ഒരുപാട് ആക്ഷൻ പ്രതീക്ഷിക്കാൻ ഇനി പറ്റൂല. എന്നാൽ പോലും മോഹൻലാൽ എന്തുമാത്രം റിസ്ക് എടുത്ത് ചെയ്യും. പുള്ളിക്ക് 60-65 വയസ്സായി. പ്രതി നിങ്ങൾ എക്സലന്റ് തിങ്കർ. നിങ്ങൾ ഇനിയും കൂടെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളിൽ നിന്നും ഹെവി ആക്ഷൻ പ്രതീക്ഷിക്കണം തേർഡ് പാർട്ടിൽ. ഈ ആക്ഷൻ ആണെങ്കിൽ പ്രതിയെ ഞാൻ എതിർക്കും. അടുത്ത തേർഡ് പാർട്ടിൽ ഞാൻ വഴക്ക് പറയുമെങ്കിൽ. ഇതുവരെ എനിക്ക് ഓക്കെ, ഫസ്റ്റ് പാർട്ടും ഓക്കെ, ഈ പാർട്ടും ഓക്കെ. തേർഡ് പാർട്ടിൽ പ്രതി നിങ്ങൾ ഈ അടിയോട്ടാണ് പറഞ്ഞതെങ്കിൽ പ്രതി നല്ല എതിർപ്പ് ആദ്യം പ്രതിക്കെതിരെ വയ്ക്കുന്നത് ഞാനായിരിക്കും. എനിക്ക് ഈ ആക്ഷൻ കൊണ്ട് പ്രതിയുടെ തൃപ്തിയില്ല. കാരണം നിങ്ങളൊരു യു ആർ എ വെരി ബ്രില്യൻറ്റ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏത് കലയും പാടും. നല്ല ആക്ഷൻ സീക്വൻസുമായിട്ട്, ആക്ഷൻ മാത്രമല്ല ഹെവി ലെവലിൽ തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അഭിനന്ദനങ്ങൾ, നന്നായിട്ടുണ്ട് കേട്ടോ. ആരെയും കുറ്റം പറയില്ല, അതേ ഉള്ളൂ. എനിക്കൊരു കുറ്റവും പറയാനില്ല, ഇതിലൊന്നും ഒരു കുറ്റവും പറയില്ല. പിന്നെ വന്നിരിക്കണമെന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള നമ്മൾ നടന്മാരാണ്. കരോലിൻ റസോയിൽ. അയ്യോ, ആ ലേഡിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. എന്നാ ആക്ടിങ് അപ്പാ. പുറത്തുള്ളവരെല്ലാം ഇനി നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ജെറോം, സിലിൻ, ഇറൂസ് എംബ്രേനി, അഭിമന്യു സിംഗ്, ഹിന്ദിയിൽ നിന്നാണ്, അഭിമന്യു സിംഗ്, ശക്തി കപൂർ, സുർജിത് ശർമ്മ, സച്ചിൻ ഹഡേക്കർ, അലക്സ് ഓൺലി. അത് എനിക്കിവരെ ആരെയും പേരെ അറിയാം കേട്ടോ. സിനിമയൊക്കെ ഞാൻ കണ്ടു. ഇത് ഇനിയിപ്പോൾ നാളെ ഇരുന്ന് സ്റ്റഡി ചെയ്താലേക്ക് അറിയാം. അതിനൊന്നും സമയമില്ല. എൻ്റെ ഒരു രക്ഷയല്ല പ്രതി. വിദേശത്തുള്ളവർ ഇറക്കിയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. സായിപ്പുമാരെയും നിങ്ങളീ പറയുന്ന വിദേശത്ത് ഇറങ്ങിയ സായിപ്പുമാരെയും അതിൻ്റെ ഹിന്ദി ആർട്ടിസ്റ്റുകളെല്ലാം എക്സലന്റ് കണക്റ്റിങ്. അവരെ ലുക്ക്, ബോഡി. രണ്ടാമത് നിങ്ങൾ ബാക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചെറിയ തോക്ക് കൊണ്ടുവരുന്നവരുടെ ഒക്കെ പോലും ബോഡി ലെവല്, അതായത് അങ്ങനെ ഉള്ളവർ, അതായത് എന്തെങ്കിലും വയറൊക്കെ വെച്ച് ഇങ്ങനെ ഉള്ളതല്ല, ഇന്റർനാഷണൽ ലെവലിൽ കാണിക്കേണ്ട എല്ലാവരും ഈ കാര്യത്തിൽ എക്സലൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ
ഈ നടന്മാരെ കൊണ്ടുവന്നിട്ട് അവരെന്ത് സ്റ്റൈലായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നു. എന്ത് സ്റ്റൈല്! അതിലൊന്നും എനിക്ക് ഒരു നെഗറ്റീവും പറയാനില്ല. യു ആർ എ വെരി എക്സലന്റ്. അതാണ് പറഞ്ഞത്, പ്രതിയിൽ നിന്ന് ഇനി ഇതൊന്നും ഒരിക്കലും ഇനി എന്തെങ്കിലും ചെറുത് പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പ്രതിയുടെ എന്നൊക്കെ ഇനി തേർഡ് എംബ്രാം പാർട്ടൊക്കെ നമുക്ക് അങ്ങനെ ഇതിൻ്റെയൊക്കെ വേറെ ലെവല് പ്രതീക്ഷിക്കേണ്ടി വരും. എക്സലന്റ് പ്രതി, വാട്ട് എ സൂപ്പർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരെയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രതി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒറ്റ സീനിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഹിന്ദി നടനെ അവനെ ആ കൊല്ലണ രീതി എനിക്ക് യോജിപ്പില്ല. കാരണം നിങ്ങൾ പ്രതി ആ ഷോട്ടിന്റെ പ്രസന്റിൽ കാണിച്ച ലെവൽ അതായിരുന്നു. എന്നിട്ട് അവനെ കൊണ്ടുവന്നിട്ട് ഇന്റർവെൽ കഴിഞ്ഞിട്ട് എവിടെ ഒരുതരം നിങ്ങൾ എമ്പുരാനും താങ്കളും കൂടെ ഒരുതരം അതൊരു പക്ക ബോറ് തന്നെ. അത് ഞാൻ ഇനിയും തുറന്നു പറയും. ഇതൊന്നും നമ്മളിനി തേർഡ് പാർട്ടി പ്രതീക്ഷിക്കില്ല. പക്ഷെ ബാലൻസ് അയ്യോ ഒരു നിവൃത്തിയില്ല കേട്ടോ. എന്ന സ്റ്റൈൽ ഓരോ ഫ്രെയിമിൽ ഇവരെ കാണിക്കുമ്പോഴേ കോരിത്തരിച്ചു. അതാണ് ഐമാക്സിൽ നിന്നൊക്കെ ഈ സിനിമ കാണണമെന്ന് താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. എല്ലാവർക്കും പറ്റില്ല പ്രതി, അതൊക്കെ കാശുള്ളവർക്ക് ഐമാക്സിൽ പോകാൻ പറ്റില്ല. ഞങ്ങളെപ്പോലെയൊക്കെ മിഡിലുള്ളവർക്കൊക്കെ മാക്സിമം ഇത്തരം തിയേറ്ററാണ്. അത് നല്ല റിസ്ക് എടുത്ത് തന്നെ പോകേണ്ടി വരും. ഇങ്ങനെയുള്ള പടത്തിൽ പോലും തിയേറ്ററിൽ പോലും ഒരു അൺബിലീവബിൾ കേട്ടോ. പ്രതി എക്സലൻറ്റ്, അഭിനന്ദനങ്ങൾ. അതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ഇതിനകത്തൊന്നും നെഗറ്റീവ് ഞാൻ പറയേണ്ട പറഞ്ഞു. തുടരട്ടെ, എമ്പുരാൻ പൊളിച്ച് മുന്നേറട്ടെ. പിന്നെ പറയണത് വുമൻസ് ആക്ടേഴ്സാണ്. അതാണ് പറഞ്ഞത്. അടുത്ത് കരോലിൻ കൊസോയിൽ, സാനിയ അയ്യപ്പൻ, മഞ്ജു വാര്യർ, നിക്കത് ഖാൻ, നയല ഉഷ, ശിവധേ, ശുഭാംഗിലി കത്തോക്കർ. പേരൊക്കെ ശരിയാവണമെന്നില്ല. ഒരു പെൺകുട്ടിയെ പോലും ഇതിനകത്ത് നെഗറ്റീവ് പറയാനില്ല. കാരണം ഇതെല്ലാം വുമൻസ് ആക്ടേഴ്സാണ്. ഇതിലേക്ക് കരോലിന ഓൾറെഡി അയ്യോ വേറെ ലെവലില്ല കുട്ടിയൊക്കെ. പിന്നെ മറ്റ് താഴോട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾ അവരൊക്കെ ഇനി സ്റ്റഡി ചെയ്താലേ പറ്റുള്ളൂ. ഒരു നിവൃത്തിയില്ല. അതൊക്കെ ഡയറക്ടറെ എടുക്കും. പിന്നെ ഇവരും അവർ ആത്മാർത്ഥമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ അവരെ കാര്യത്തിൽ ടോപ്പാണ്. ചില കാര്യങ്ങൾ മാറ്റി എക്സലന്റ്, ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ സ്റ്റോറി റൈറ്റർ മുരളി ഗോപി, താങ്കൾ ഇനിയും താങ്കൾക്ക് ധൈര്യമായിട്ട് സിനിമകൾ ചെയ്യാം. ഞങ്ങളെപ്പോലെ കുറേ പേര് ഈ ലോകത്തുണ്ട്, നല്ല സപ്പോർട്ട് തരും. യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം ഇവിടെ. അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും. താങ്കളുടെ സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം സൂപ്പർ. പടത്തിൻ്റെ ഡയറക്ഷൻ ചില അടിസീനുകളെ കുഴപ്പമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി താങ്കളുടെ സ്ക്രിപ്റ്റ് വെരി ബ്രില്യൻറ്റ്. അയ്യോ വല്ലവനും വെടിവെച്ച് കൊല്ലാതെയൊക്കെ നോക്കൂ കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടക്കൂ. സൂക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരുത്തം വന്നാൽ കത്തല്ലേ പറ്റൂ. പക്ഷെ അപകടം താങ്കളെ പുറകെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പേടിക്കണ്ട. ഇനിയിപ്പോൾ കൂടിയ 10-20 വർഷം കൂടെ വയ്ക്കണം. കൊല്ലട്ടെന്നേ. അതുകൊണ്ട് അത് കാര്യം കണ്ട ഞങ്ങളെ പോലെയുള്ളവരുടെ കൂടെയുണ്ട്. സപ്പോർട്ട്, അഭിനന്ദനങ്ങൾ. പിന്നെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാർ. പൃഥ്വിരാജ്, താങ്കളൊക്കെ മലയാളത്തിൽ ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ മാറ്റിയത് കമലഹാസനാണ്. സിനിമയുടെ വേൾഡ് തന്നെ മാറ്റിക്കളഞ്ഞു. സിനിമയുടെ സ്റ്റൈല് മാറ്റി, തിയേറ്റർ മാറ്റി, വിഷ്വലൈസിങ് മാറ്റി, ആക്ടിങ് മാറ്റി. ഇപ്പോഴും അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാനേ എനിക്കൊരു യോഗ്യതയില്ല. ഒപ്പം മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ് പ്രതി. നിങ്ങൾ പുതിയ സബ്ജക്റ്റ് അന്വേഷിക്കുന്നത്, റിസ്ക് എടുക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഷോട്ട് വയ്ക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞു തന്നെ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യണം. ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യണം. അതൊക്കെ എന്നിട്ട് അത് സീനാക്കണം, തിയേറ്ററിൽ കൊണ്ടുവരണം. പലതും മറ്റോ എടുത്തിട്ട് കളഞ്ഞിട്ടുണ്ടാവും. ബ്രില്യൻ പ്രതി. അതിനെല്ലാത്തിനും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ സപ്പോർട്ടുണ്ട്. ഇവിടെ ആരും ഒന്നിൻ്റെ പേരിൽ ആരും വേർതിരിച്ച് കാണാൻ പാടില്ല. അതേ ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുള്ളൂ. ആരെയും വേർതിരിച്ചൊന്നും കാണാനില്ല. നമ്മൾ പ്രകൃതിയിലുള്ളവരാണ്, പ്രകൃതിയിലെ മനുഷ്യരാണ്. പ്രകൃതിയോടൊട്ടിണങ്ങും, പ്രകൃതിയോട് ജീവിക്കുകയും. അതിൻ്റെ ഇടയിൽ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സിദ്ധാന്തങ്ങളുടെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാൻ പറ്റൂല. അത് എന്നെപ്പോലെ ഉള്ളവരുടെ കാഴ്ചപ്പാട് അത് തന്നെ. അതുകൊണ്ടുള്ള സപ്പോർട്ട് എന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. എന്നെ വേണമെങ്കിലും കൊന്നോട്ടെ, എന്നെ വേണമെങ്കിലും വെടിവെച്ച് കൊന്നോട്ടെ. ഇത് വയ്ക്കലും പറയണ എൻ്റെ പേരിൽ ഒരു പാർട്ടിക്കാരെ ഒരാളെ ഒന്നും പറയണില്ല. ഈക്വലേഷൻ. പ്രകൃതി ഈസ് ഈക്വലേഷൻ. പ്രകൃതിയാണ് ഗോഡ്. പ്രകൃതി ഈക്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി നിൽക്കുന്നവരെ കൊല്ലട്ടെന്നേ, എന്നെയും കൊന്നോട്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള എന്റെ ശ്വാസം നിലയ്ക്കണവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇതുപോലെയാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ.
പകരം നിങ്ങൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം കുറേ ദിവസം കഴിഞ്ഞ് കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരോട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ സപ്പോർട്ട് പിൻവലിക്കും. നിങ്ങൾ ചെയ്തതല്ല അവിടെ ചവിട്ടുകുട്ട വെച്ചോളണം. അപ്പം നിങ്ങൾ ആശയപരമായിട്ട് അങ്ങനെയുള്ള ആളായിരിക്കണമെന്നില്ല, സിനിമയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിക്സ് ഉണ്ട്, നിങ്ങളുടെ ഇതിലൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കാലവും ഞങ്ങളെപ്പോലുള്ള കുറേ പേര് ലോകത്തുണ്ട്, കൂടെ ഉണ്ടാവും. അഭിനന്ദനങ്ങൾ. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ, ഗോകുല മൂവീസ്. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഗോകുലമൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹവും പല മേഖല വഴി വളർന്നു വന്നതാണ്. ആന്റണി പെരുമ്പാവൂറും റിസ്ക് എടുക്കണേക്കെ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റും പല ബിസിനസ്സും കണ്ടെത്തണം. തികഞ്ഞ അഭിനന്ദനങ്ങൾ. ആന്റണി അഭിനന്ദനങ്ങൾ. പിന്നെ ഒപ്പം തന്നെ ഞാൻ ഈ ആന്റണി പെരുമാറെടുത്ത് ഒരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള ഇൻ്റർനാഷണൽ സിനിമയിൽ ഇത്തരം സീനിൽ അഭിനയിക്കരുത്. ആ തിയേറ്ററിൽ ഈ സിനിമ കണ്ടതിൽ ഏറ്റവും ബോർ തോന്നിയ ഒരു സീൻ എന്ന് പറയുന്നത് ആന്റണിയെ ഈ സീനിൽ കാണിച്ചതാണ്. ആന്റണി അടുത്ത് ഞാൻ റിക്വസ്റ്റ് ഉണ്ട്, ആന്റണി പെരുമാറിനടുത്ത് ചേട്ടാ റിക്വസ്റ്റ് ചെയ്യണം, ദയവ് ചെയ്ത് താങ്കൾ നിർമ്മിക്കുന്ന സിനിമയായാലും ഏതായാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന റോളിനൊരു റേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ അത്ര രീതിയിൽ ആക്ട് ചെയ്ത് കൊണ്ടെത്തിക്കണം. അല്ലെങ്കിൽ താങ്കളെ ക്യാമറ ഉണ്ടെങ്കിൽ ഓട്ടിച്ച് വേറെ ലെവലിൽ കൊണ്ടെത്തിക്കണം. അത് ഈ സിനിമയിൽ ഒരേ ഒരു സീന് ഏച്ചുകെട്ടായിട്ട് തോന്നിയ കഥാപാത്രം താങ്കളുടെ കഥാപാത്രമാണ്. പ്രതി വേണ്ട, അടുത്ത പരിപാടിയൊന്നും കൊണ്ടുവന്ന് തിയേറ്ററിൽ കൂവും. ഇത്രയും ദിവസം ഇന്നത്തെ ദിവസം പോലും ആൾക്കാർ ആ സിനിമയുടെ ഒരു കോമഡി ആയിട്ടത് കണ്ടു കളഞ്ഞു. ഞാൻ തുറന്നു തന്നെയാണ് പറയണത്. അത് വേണ്ട കേട്ടോ. ആന്റണി ചേട്ടാ, താങ്കളെന്ന് പറയുന്നത് കൈക്കൊത്ത വേഷങ്ങൾ ചെയ്യുക. ചില കാര്യങ്ങളിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ താങ്കളോടത്ത് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതുപോലെയുള്ള റോള് കയറി ഒരു സീനാവട്ടെ ഈ പടത്തിന് അത് ആവശ്യമില്ലായിരുന്നു. അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആ പടത്തിനുണ്ടാക്കി, നെഗറ്റീവ് ലെവലിൽ വന്നു. പ്രേക്ഷകരുടെ ഇടയിൽ അത്രയും ത്രില്ല് ചെയ്ത് കണ്ടിരുന്ന പടത്തിൽ ഒരു നെഗറ്റീവ് അത് കൊണ്ടുവന്നു. അത് വേണ്ട. പ്രതീരടുത്തും പറയണു, പ്രതി അവിടെ നിൽക്കട്ടെ, ആന്റണി ചേട്ടൻ്റെ അടുത്ത് പറയണേ വേണ്ട ഏട്ടാ, ഈ പരിപാടിക്ക് പോകേണ്ട, സ്നേഹം കൊണ്ട് പറയണതാണ്. ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ പ്രൊഡക്ഷൻ പൈസ വാരുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതുകൊണ്ട് പ്രേക്ഷകനായ നിലയിൽ ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ ബഡ്ജറ്റ് 180 കോടി, കളക്ഷൻ ഇന്നലെ 100 കോടി കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയണു 500 കോടി കഴിയട്ടെ, മലയാളപ്പടം പൊളിക്കട്ടെ. ഇന്ന് 500 കോടി കളക്ട് ചെയ്താൽ നാളെ ഈ പ്രതി എന്നെ എങ്ങനെ പോയാലും, അല്ലെങ്കിൽ ആന്റണി പെരുമാവൂർ എന്നെ ഒരു 500 കോടി ബഡ്ജറ്റ് സിനിമ ചെയ്യും. അത് വീണ്ടും വേൾഡ് വീടാവും. ആ പടം ഒരു 1500 കോടി കളക്ട് ചെയ്താൽ 1000 കോടി ചെയ്യും. 1000 കോടി സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഹോളിവുഡ് ലെവലിലെത്തും. ഞാൻ പറയണു എത്തും. മലയാളത്തിലെ കൊച്ചു ഇൻഡസ്ട്രിയൊക്കെ വേൾഡ് വൈഡായി. ഇന്ന് മൊബൈൽ വന്നതുകൊണ്ടും ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണത് കൊണ്ടും എല്ലായിടത്തുമുള്ള കഴിവിനെ ലോകം മൊത്തം അംഗീകരിച്ചു തുടങ്ങിയുകൊണ്ടും കാണാമെന്നുള്ള സൗകര്യം എല്ലാവരും ടെക്നോളജി മുഖാന്തരം ഒരുക്കിയിട്ടുള്ളത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല ഭായി. നിങ്ങൾ എത്ര കോടി ഇറക്കിയാലും വേൾഡ് മാർക്കറ്റുണ്ട്. സൂപ്പർ സ്റ്റാർ പദവി ചമയാനല്ല എങ്കിൽ കാര്യങ്ങൾ ശക്തമായി പറയാനാണെങ്കിൽ ഉണ്ട്. 1000 കോടി ബഡ്ജറ്റിൽ മലയാളത്തിലെ സിനിമ ഉടനെ ഒരുങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ബഡ്ജറ്റ് ചെയ്യണത് ആന്റണി പെരുമ്പാവൂർ തന്നെയായിരിക്കും. ഗോകുല മൂവീസ് ആയിരിക്കും. ചിലപ്പോൾ ലൈക്കയോ അല്ലെങ്കിൽ മറ്റ് റിലയൻസോ പോലുള്ള വലിയ വരും വന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ വാർണർ ബ്രദേഴ്സോ, ഹോളിവുഡ് ചെയ്യണ വാർണർ ബ്രദേഴ്സോ, കോണ്ടിനെൻ്റൽ മൂവീസോ ഒക്കെ വരാം. ഇവരൊക്കെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പണം വാരി ഇറക്കി ഇട്ട് പൈസ റിട്ടേൺ വേൾഡ് വൈഡ് വരുമെങ്കിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇറക്കും. നടക്കും. ഞാൻ ഉറപ്പുറണ പ്രതിക്ക് 1000 കോടി ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റും. 1000 കോടി ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രിവ്യൂ ബിസിനസ് 5000 കോടി പോകും. അഭിനന്ദനം അറിയിക്കുകയാണ്. നല്ല മൂവി. ഞാൻ പ്രേക്ഷകർക്കും പറയണു, എന്തെങ്കിലുമൊക്കെ അടിച്ചത് ആക്ഷേപിക്കാതെ നല്ല ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഇൻഡസ്ട്രി വളരണം. ഇൻഡസ്ട്രി വളർന്നാലേ തൊഴിലുണ്ടാവുള്ളൂ. തൊഴിൽ വളർന്നാലേ നാളെ അടുത്ത തലമുറയ്ക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ ഗ്രോത്താണ് നാടിൻ്റെ സമ്പത്ത്, ആ ഗ്രോത്താണ് ടാക്സ്, ആ ഗ്രോത്താണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ. എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഏതിനെ അടിച്ചാക്ഷേപിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിക്കളയണം. ബ്ലോഗ് ചെയ്യണമെടുത്ത് ഞാൻ പറയണം, നിങ്ങൾക്ക് പല പരിപാടിയുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായത് നിങ്ങൾക്ക് ഒരു നോളജും ഇല്ലാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ അധിക്ഷേപിക്കുന്ന പരിപാടി നിർത്തണം. ഇൻഡസ്ട്രി വളരണം, അത് തൊഴിലാവണം, അത് ഇന്ത്യയിൽ പണം വരണം. ഇന്ത്യയിൽ പണം വരുമ്പോൾ അത് ടാക്സായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടണം. അതിൽ നിന്നൊരു വിഹിതം മാർക്കറ്റിൽ വരണം. മാർക്കറ്റിൽ വരുമ്പോൾ അത് ജനങ്ങളുടെ കയ്യിലെത്തും. എല്ലാ കടകളിലും കച്ചവടം നടക്കും, കൃഷിക്കാരൻ രക്ഷപ്പെടും. അങ്ങനെ രീതിയിൽ നമ്മുടെ നാട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എമ്പുരാനിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ നിങ്ങളുടെ
ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയണില്ല. യാഥാർത്ഥ്യങ്ങളിൽ ചിലത് പറയാൻ ശ്രമിക്കുന്ന, എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി പറയാൻ ശ്രമിക്കുന്ന, ഇഷ്ടപ്പെട്ട ഒരു സ്വീകരിക്കൂ, ഇഷ്ടപ്പെടാത്തൊരു സ്വീകരിക്കൂ. ഞാൻ ഇപ്പോഴും പറയണു, ഞാൻ നിങ്ങളുടെ നൊബക്സോളോ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം. എമ്പുരാൻ 3 വരട്ടെ.